ദാ ഈ സംഭവം എടുത്ത് ഉടുത്തപ്പോൾ വിചാരിച്ചില്ല കേട്ടോ ഇതിൻ്റെ മേലെ 8ൻ്റെ പണിയാണ് എനിക്ക് വരാൻ പോണേന്നുള്ളത്. കാര്യം നമ്മൾ വെസ്റ്റ് ബംഗാളിലുള്ള ആർമി ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നതെങ്കിലും ആർമിയിലെ എല്ലാ കാര്യങ്ങളും യൂണിറ്റ് ബേസ്ഡ് ആണല്ലോ. അപ്പോൾ അവരവരുടെ യൂണിറ്റ് ഏതാണോ ആ യൂണിറ്റിലുള്ള ആൾക്കാരുമായിട്ടായിരിക്കും നമ്മൾ കമ്പനി വെക്കേണ്ടത്. അതായത് അവരുടെ കൂടെ ആയിരിക്കും നമ്മൾ ഫുൾ ടൈം വെൽഫെയറിന് പോകുന്നതും പരിപാടികൾക്ക് അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ അവരായിരിക്കും നമ്മുടെ കൂട്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ സച്ചുവിൻ്റെ യൂണിറ്റിലുള്ള ആൾക്കാർ കംപ്ലീറ്റ് ഉള്ളത് ആസാമീസ്, മണിപ്പൂരീസ് അങ്ങനെയുള്ള ആൾക്കാരാണ്, നാഗാലാൻഡൊക്കെ. പിന്നെ ആകെയുള്ള ഒരു ഏക മലയാളിയാണ് നമ്മുടെ സച്ചു. അപ്പോൾ ആ സച്ചുവിൻ്റെ ഭാര്യയായ ഞാനും സച്ചുവും മാത്രമേ ഉള്ളൂ ഇവരുടെ ഇടയിൽ മലയാളികൾ കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഇവരുടെ കൂട്ടത്തിൽ കൂടാൻ വേണ്ടി ഇവരുടെ ഡ്രസ്സൊക്കെ ഇന്നെടുത്ത് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ടൈം ദുഃഖ വെള്ളിയാഴ്ച പള്ളിയിൽ പോയപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു എനിക്ക് നിങ്ങളുടെ ഈ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടപ്പെട്ടു, എനിക്കിത് എടുക്കണമെന്ന് ആഗ്രഹമുണ്ടെന്നൊക്കെ. അത് കേട്ട പാതി കേൾക്കാത്ത പാതി ഈസ്റ്ററിൻ്റെ അന്ന് രാവിലെ തന്നെ ഇവരെനിക്ക് ഉടുക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ ഡ്രസ്സൊക്കെ കൊണ്ട് തന്നു. ശരിക്കും ഞാൻ ചെറുതായിട്ടൊന്ന് പെട്ടോ എന്നെനിക്ക് ഫീൽ ചെയ്തു. കാര്യം ഞാൻ നമ്മുടെ സാരിയും ബ്ലൗസൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നിട്ട് എടുക്കാനായിട്ട്. എന്തായാലും ഞാനൊരു ആഗ്രഹം പറഞ്ഞപ്പോഴേക്കും അവർ സ്നേഹത്തോടെ കൊണ്ട് തന്നതല്ലേ, ഇത് തന്നെ ഉടുക്കാമെന്ന് വിചാരിച്ച് എൻ്റെ നെയ്ബറാണ് കേട്ടോ എനിക്കിത് കൊടുത്തു തന്നത്. അങ്ങനെ കാര്യമായിട്ട് ഭംഗിയിലൊക്കെ ഉടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി ബൈക്കിൽ കയറി പള്ളിയിലെത്തി കഴിഞ്ഞപ്പോഴേക്കും സംഭവം അഴിഞ്ഞു പോയിട്ടോ. പിന്നെ എൻ്റെ കയ്യിൽ പിടിച്ചാൽ കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇതിനൊരു ബെൽറ്റോ പിന്നോ ഒന്നും ഉണ്ടായിരുന്നില്ല. നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർ ഈ ബെൽറ്റും പിന്നൊന്നും കുത്താറില്ല. അപ്പോൾ അവരുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് അവരെനിക്ക് തന്നുമില്ല. ഞാനാണെങ്കിൽ അതിനെപ്പറ്റി വലിയ കാര്യമായിട്ട് ചിന്തിച്ചില്ല. കുറേ നേരം പൊത്തിയൊക്കെ പിടിച്ച് അങ്ങനെ മുറുക്കിയൊക്കെ പിടിച്ച് ഞാൻ നടന്നായിരുന്നു. ഇന്നൊരു വെറൈറ്റി ഡ്രസ്സ് ഇട്ട് കണ്ടതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കും ഉണ്ടായിരുന്നു, എന്നെ കാണുന്നവർക്കും ഉണ്ടായിരുന്നു. എല്ലാവരും എന്നെ കോംപ്ലിമെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ കോസ്റ്റ്യൂം എനിക്ക് നന്നായി ചേരുന്നുണ്ട്, ഭയങ്കര ഭംഗിയുണ്ടെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷേ ഒരു വെറൈറ്റി പിടിച്ചു, അത്ര തന്നെ. ഈ ഡ്രസ്സിന്റെ പേര് പുൻവേൽ എന്നാണ്. നമ്മുടെ നാട്ടിലെ അമ്മാമ്മമാരുടെ ചട്ടയും മുണ്ടിന്റെ ഒരു മോഡേൺ വേർഷനൊക്കെ പോലെ തന്നെയാണ്. അപ്പോൾ സംഭവം മണിപ്പൂരികളുടെ ട്രഡീഷണൽ അറ്റയർ ആണ് കേട്ടോ. ഇത് കൊണ്ടു തന്നപ്പോൾ ഇങ്ങനെ നൂല് തൂങ്ങി കിടക്കാനുണ്ടപ്പോൾ ഞാൻ കട്ട് ചെയ്യാൻ ആദ്യം ഓർത്തതാണ്. പക്ഷെ അത് ഈ ഡ്രസ്സിന്റെ ഒരു ഡിസൈൻ ആണ്, അത് ഇവരുടെ ട്രഡീഷണൽ എന്തോ സംഭവമാണ് കേട്ടോ. എന്തായാലും എന്തോ ഭാഗ്യം കൊണ്ട് എനിക്ക് കട്ട് ചെയ്യാൻ തോന്നിയില്ല. അപ്പോൾ എൻ്റെ ഈസ്റ്റർ ഒരു വെറൈറ്റി ഈസ്റ്റർ ആയിരുന്നേ.